കോഫികൾ പലതരമുണ്ട്. കപ്പച്ചീനോ, നമ്മളിപ്പോൾ കപ്പച്ചീനോ ഉണ്ടല്ലോ, അതാണ് കിട്ടേണ്ടതെങ്കിൽ അറബികളുടെ കപ്പച്ചീനോ എന്ന് പറഞ്ഞാൽ മതി. കപ്പച്ചീനോ അവരടുത്ത് തന്നെ വ്യത്യസ്തമായ കോഫികളുണ്ട്, നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത പലതരം കോഫികളുണ്ട്. അതൊക്കെ ഭയങ്കരമായ പവർ കൊടുക്കുന്നതും ഉറക്കം ഒഴിവാകുന്നതുമായ പലതും ഉണ്ട്. അതിൽപ്പെട്ട ഒന്ന് എക്സ്പ്രസ്സോന്നാ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഉറക്കം, ഒരു യാത്ര പോവാണ്, യാത്ര പോകുമ്പോൾ നല്ല ഉറക്ക് വരുന്നതെങ്കിൽ എക്സ്പ്രസ് എന്നാണ് കോഫി എക്സ്പ്രസ്സോ എന്ന് പറയാം. അതിന് ഗഹുവ എന്ന് പൊതുവെ അതിനൊക്കെ പറയും. ഗഹുവ എന്ന് കോഫിയുടെ മറ്റൊരു ഭാഗമാണ്. കോഫി എന്നും പറഞ്ഞാൽ മതി. ഇനി അതന്നെ തുർക്കി കോഫി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതൊക്കെ കുടിക്കാൻ നിൽക്കണ്ട കേട്ടോ, 2 ദിവസം ഉറങ്ങൂല എന്ന് പറയുമ്പോൾ. ഗഹുവ തുർക്കി ഉണ്ട്, ഗഹുവ ഇത്താലി ഉണ്ട്. അതൊക്കെ ചില ഒന്നിന് തന്നെ 20-50 ദിർഹമൊക്കെ വിലയാണ്. അപ്പം ഗഹുവ തുർക്കി ഗഹുവ എന്ന് പറയും. അത് നമ്മൾ കോഫിക്ക് ഗഹുവ എന്ന് പറയാറുണ്ട്. അതേ സ്ഥാനത്ത് നോർമലായിട്ട് നമ്മൾ പറയുമ്പോൾ കോഫി എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പം ഗഹുവ തുർക്കി പറഞ്ഞു നമ്മൾ, ഗഹുവക്ക്, അതേപോലെ കപ്പിച്ചീനോ പറഞ്ഞു, അതുപോലെ തന്നെ എക്സ്പ്രസ്സോ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ കോഫി, നമ്മൾ സാധാരണഗതിയിൽ ഒരു കോഫി ഷോപ്പിൽ പോയാൽ അവിടെ പോയിട്ട് നമ്മൾ കോഫി എന്ന് മാത്രം ചോദിച്ചാൽ മതി. അപ്പം ഷാഹി നമ്മൾ ആദ്യം പഠിച്ചിരുന്നു, ഇതിൽ കോഫി എന്നാണ്. എന്തൊക്കെ ഷാഹി വല്ല കോഫി, നിങ്ങളെത്തുള്ളത് ചായയാണോ കോഫിയാണോ? അപ്പം കോഫി എന്ന് പറയാം. അപ്പം ഇനി നമുക്ക് സ്ട്രോങ് ആണ് വേണ്ടത്. എങ്ങനെ പറയണം? സഗീൽ, കോഫി സഗീൽ. അത് ലൈറ്റ് ആണെങ്കിൽ ഹഫീഫ് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. ഹഫീഫ് എന്നാൽ ലൈറ്റ് ആയതാണ്, തഗീൽ എന്നാൽ ഹെവി ആയതാണ്. അപ്പം കോഫി ഗഹുവ എക്സ്പ്രസ്സോ എന്ന് പറയാം, ഗഹുവ തുർക്കി എന്ന് പറയാം. ഈ സാധാരണഗതിയിൽ ഇവർ വീടുകളിൽ നിന്നൊക്കെ സപ്ലൈ ചെയ്യുന്നതുണ്ടല്ലോ, അതിനെ ഗഹുവ അറബിയ എന്നാണ് പറയാം. എന്താണ് ഗഹുവ അറബിയ? ഗഹുവ അറബിയ. അത് മധുരമൊന്നും ഉണ്ടാവില്ല, മധുരമിടുകയും ചെയ്യില്ല അതിൽ. ഗഹുവ അറബിയ. അതിൻ്റെ ഫ്ലേവർ, ഇപ്പം ചിലതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും, ഫാനില ഇടുവല്ലേ, വനില്ല ഫ്ലേവറിലാണ് എനിക്കത് വേണ്ടത് എന്ന് പറയുമ്പം ഫ്ലേവറിന് നെക്ഹ എന്ന് പറയും. ബിനക്കഹത്ത് ഫനീല, ബിനക്കഹത്ത് കറാമീൽ എന്ന് പറയുന്നതിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ ഏത് ഫ്ലേവറിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കാൻ നെക്ഹ എന്ന് പറയും. മാഷാ അല്ലാഹ്, ഹദ ലദീദ് ടേസ്റ്റിയാണ്. ഹുലു, അത് വളരെ മധുരമുള്ളതാണ്. മാഷാ അല്ലാഹ്, മുംതാസ്. ഗഹുവ തുർക്കി എന്ന് പറഞ്ഞാൽ ഉറക്കം വരാതിരിക്കാനുള്ള ഗഹുവയാണത്. അപ്പം ഗഹുവ എന്നാൽ കോഫിയാണ്. കോഫി എന്നും സാധാരണ പറയാറുണ്ട്. കോഫി ഷോപ്പ് എന്ന് പറയുന്നത് മഹല്ല് കോഫി എന്ന് പറയാം. ഓക്കെ, കൂ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കോഫിയുമായി ബന്ധപ്പെട്ട ധാരാളം വാക്കുകൾ പഠിച്ചു. ഇനി ഇതിലേക്കുള്ള മറ്റു പല ഇൻഗ്രീഡിയൻസുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ മഅസ്സലാമ.